വടകരയിലേക്ക് പോയല്ലേ വടകരയിലെ ബി.ജെ.പി കുളിഞ്ഞെ പൊട്ടിത്തെറി അന്വേഷിക്കാൻ മൂന്നംഗ കമ്മീഷനെ നേതൃത്വം നിയോഗിച്ചിരിക്കുന്നു. ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ നേതൃത്വത്തിലാണ് കമ്മീഷൻ. കെ സോമൻ, അശോക് കുളനട എന്നിവരാണ് മറ്റ് രണ്ടംഗങ്ങൾ. പുറത്താക്കപ്പെട്ട ശ്യാം കാര്യാടി അടക്കമുള്ള പ്രവർത്തകരിൽ നിന്നും കമ്മീഷൻ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ശരത്ത്, എങ്ങനെയാണ് ഈ കമ്മീഷന്റെ രൂപീകരണം? വിവരങ്ങൾ. സേതുലക്ഷ്മി, ബി.ജെ.പിയെ ഞെട്ടിച്ചൊരു സംഭവമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ബി.ജെ.പി അവലോകന 3 ജില്ലകളുടെ അവലോകന യോഗം നടക്കുന്ന ബി.ജെ.പി ഓഫീസിലേക്ക് ഈ ജില്ലാ അധ്യക്ഷൻ്റെ അല്ലെങ്കിൽ കൊയിലാണ്ടി സ്ഥാനാർത്ഥിയുമായ ജില്ലാ അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയുടെ കോലം കത്തിച്ചുകൊണ്ട് ബി.ജെ.പി പ്രവർത്തകർ ബി.ജെ.പി ഓഫീസിലെത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അത്ര വലിയ പൊട്ടിത്തെറിയാണ് വടകര, നാദാപുരം, കുറ്റ്യാടി മേഖലകളിൽ ബി.ജെ.പിയിൽ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 9 ബി.ജെ.പി പ്രവർത്തകരെ, ശ്യാം കുരിയാടി അടക്കമുള്ള ബി.ജെ.പി 9 പ്രവർത്തകരെ ബി.ജെ.പി ജില്ലാ നേതൃത്വം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ തന്നെ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. അതായത് കോർ കമ്മിറ്റി അംഗം കൂടിയായ അനീഷ് കുമാറിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘമാണ് അടിയന്തരമായി കമ്മീഷൻ കോഴിക്കോട് എത്തുകയും ഈ പരാതിക്കാരിൽ നിന്നടക്കം ശേഖരിക്കുവാനും തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷനും അതുപോലെ 3 സ്ഥാനാർത്ഥികളും കൊയിലാണ്ടി, അതുപോലെ വടകര, കുറ്റ്യാടി, നാദാപുരം സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഇൻചാർജുകളും മണ്ഡലം അധ്യക്ഷന്മാരോടുമായിട്ട് തെളിവ് സ്വീകരിക്കും. അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും. ഏതായാലും ജില്ലാ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയോ എന്നതും കൂടി പരിശോധിക്കപ്പെടുന്നുണ്ട്. ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ ഇത്തരം ഒരു നടപടിയിലേക്ക് പോകാൻ? അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഇക്കാര്യത്തിൽ, കാരണം കേരളത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചോളം ഇത്തരം ഒരു പ്രകടമായ ഒരു പൊട്ടിത്തെറി കേരളത്തിൽ ബി.ജെ.പിയിൽ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉടനടി തന്നെ ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുകയും അന്വേഷണ കമ്മീഷൻ അന്വേഷണം തുടങ്ങുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വടകര മണ്ഡലത്തിൽ നിന്നുള്ള വനിതാ കൗൺസിലറുടെ ഒരു പരാതിയും ഇതിനോടൊപ്പം തന്നെ അന്വേഷണ കമ്മീഷന് മുമ്പിൽ ലഭിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ ഉടനടി തന്നെ നടപടിയെടുത്ത് ബി.ജെ.പി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നതാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമുണ്ടാവുകയും അതിലൊരു ഉയർന്ന കമ്മീഷനെ വെക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ ഉടൻ തന്നെ ആ കമ്മീഷൻ റിപ്പോർട്ട് വരികയും ജില്ലാ നേതൃത്വത്തിനോ മറ്റാർക്കെങ്കിലും ഇതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നോ പരിശോധിക്കപ്പെടുന്നു. അത്തരം ദ്രുതഗതിയിലാണ് ബി.ജെ.പിയിൽ സംഘടനാ കാര്യങ്ങൾ നടക്കുന്നത്. ജയലക്ഷ്മി.